മറ്റൊരു ഫാർമ കമ്പനിയും കൂടി IPOയുമായി വിപണിയിലേക്ക്. പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കരാർ കമ്പനിയായ ആംഗസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ IPO ആണ് ഈ വരുന്ന ജൂലൈ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ കമ്പനീസ് ഫണ്ടമെന്റൽസ് ആൻഡ് ഡീറ്റെയിൽസ് അബൌട്ട് ദ IPO. ഡൽഹി ആസ്ഥാനമായുള്ള ആക്കംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ മെയിൻലി കരാർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. 2004 സ്ഥാപിതമായ കമ്പനി ഇന്ത്യയിലും വിദേശത്തും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ എല്ലാ സർവീസുകളും നൽകി വരുന്നു. ഫാർമ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിനും ഡെവലപ്മെന്റിനും കമ്പനി എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ആണ് നൽകി വരുന്നത്. അതായത് പ്രൊഡക്ട്സിന്റെ ടെസ്റ്റിംഗ് സർവീസുകളും ഫോർമുലേഷനുകളുടെ റിസർച്ചും ഡെവലപ്മെന്റും റെഗുലേറ്ററി ഡോസറീസിന്റെ അതുപോലെ തന്നെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെയും മാനുഫാക്ചറിങ്ങും കമ്പനി ചെയ്യുന്നു. കൂടാതെ ബ്രാൻഡഡ് മെഡിസിനുകളുടെ സെയിൽസും കമ്പനി ചെയ്യുന്നുണ്ട്. ആസ് എ CDMO നിരവധി ഡോസേജ് ഫോമുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. ലൈക്ക് ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, ലിക്വിഡ് മെഡിസിൻസ്, ഐ ഡ്രോപ്സ്, ഡ്രൈ പൗഡർ ഇഞ്ചക്ഷൻ, ഗമ്മി ബിയേഴ്സ് അങ്ങനെയൊക്കെ 60-ലധികം ഡോസേജ് ഫോമുകളിലായി ടോട്ടൽ 4025 കൊമേഴ്ഷ്യൽ ഫോർമുലേഷനുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. 2023 സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് 30 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ 26 എണ്ണത്തിനും ഫോർമുലേഷൻ മാനുഫാക്ചർ ചെയ്തു കൊടുത്തത് കമ്പനിയാണ്. ഈ IPOയിലൂടെ 1857 കോടി സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിൽ 1 കോടി ഷെയർസ് ഫ്രഷ് ഇഷ്യൂസ് വഴിയും 1.73 കോടി ഷെയർസ് ഓഫർ ഫോർ സെയിൽ വഴിയും ഇഷ്യൂ ചെയ്യുന്നു. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സായ സഞ്ജീവ് ജെയിൻ, സന്ദീപ് ജെയിൻ എന്നിവർ 15.12 ലക്ഷം ഓഹരികളും ഇൻവെസ്റ്റേഴ്സായ റൂബി QC ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സ് 1.43 കോടി ഓഹരികളും OFS വഴി വിൽക്കും. ഈ ഒരു ഫാർമ കമ്പനിയുടെ 82.44% ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്. 14.65% ഇൻവെസ്റ്റേഴ്സായ റൂബി QC ഹോൾഡ് ചെയ്യുന്നു. ബാക്കി വരുന്ന 2.91% എംപ്ലോയീസ് ട്രസ്റ്റിലുമാണ് ഉള്ളത്. അതോടൊപ്പം ഈ ഒരു ഇഷ്യൂയിൽ 15 കോടി മൂല്യം വരുന്ന ഷെയർസ് എംപ്ലോയീസിനായി കമ്പനി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂയിൽ 75% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ബാക്കി വരുന്ന 10% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുമായി മാറ്റിവെച്ചിട്ടുണ്ട്. ജൂലൈ 30 ആരംഭിക്കുന്ന IPO അവസാനിക്കുന്നത് ഓഗസ്റ്റ് 1 ഓഹരികളുടെ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 2 അവസാനിക്കുകയും ഓഗസ്റ്റ് 5 അലോട്ടായവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർസ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അന്ന് തന്നെ കമ്പനി റീഫണ്ട് നൽകി തുടങ്ങും. ഓഗസ്റ്റ് 6 കമ്പനി എക്സ്ചേഞ്ചുകളായ NSEയിലും BSEയിലും ലിസ്റ്റ് ആവും. 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരികളുടെ പ്രൈസ് ബാൻഡ് 646 മുതൽ 679 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 22 ഓഹരികളായിരിക്കും ഉണ്ടായിരിക്കുക. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മിനിമം 14,938 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടായി വരുന്നത്. മാക്സിമം 13 ലോട്ടുകളിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. IPOയിലൂടെ ലഭിക്കുന്ന തുക കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനും ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടായിരിക്കും കമ്പനി ഉപയോഗിക്കുക. ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ബാങ്ക്, സിറ്റി ഗ്രൂപ്പ്, ഗ്ലോബൽ മാർക്കറ്റ് ഇന്ത്യ, ആംബിറ്റ് എന്നിവരാണ് IPOയുടെ ലീഡ് മാനേജേഴ്സ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് നോക്കാം. 3 വർഷത്തെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മെച്ചപ്പെട്ടതായി കാണാം. ഇതേ കാലയളവിലെ കമ്പനിയുടെ റവന്യൂ ഉയർന്നു വരുന്നുമുണ്ട്. നെറ്റ് പ്രോഫിറ്റിലെ ഇടിവിനുള്ള ഒരു കാരണം ഉയർന്നു വരുന്ന കമ്പനിയുടെ ചെലവാണ്. 2022 ഫൈനാൻഷ്യൽ ഇയറിലെ 250.87 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് 2023 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് എത്തുമ്പോൾ 97.81 കോടി രൂപയിലെത്തി. 2024 ഫൈനാൻഷ്യൽ ഇയറിൽ ഇത് 79 ലക്ഷം രൂപയായി താഴ്ന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2022 ഫൈനാൻഷ്യൽ ഇയറിൽ 3671 കോടി രൂപയായിരുന്നു. 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഇത് 0.49% ഇടിവോടെ 3654.82 കോടി രൂപയിലെത്തി. 2024 ഫൈനാൻഷ്യൽ ഇയറിൽ എത്തുമ്പോൾ കമ്പനിയുടെ റവന്യൂ 14% ഉയർന്ന് 4178.18 കോടി രൂപയിലായി. 2022 ഫൈനാൻഷ്യൽ ഇയറിൽ 3874.94 കോടി രൂപയുടെ എക്സ്പെൻസ് ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇത് 2023 ഫൈനാൻഷ്യൽ ഇയറിൽ എത്തുമ്പോൾ 10% താഴ്ന്ന് 3475 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ എക്സ്പെൻസ് 22% ഉയർന്ന് 4231.45 കോടി രൂപയായി രേഖപ്പെടുത്തി. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസ് നോക്കാം. റേഷ്യോ അനാലിസിസ് പ്രധാനമായും നോക്കുന്നത് സിമിലർ കമ്പനികളുടെ ഗ്രോത്തുമായി കമ്പയർ ചെയ്യാനാണ്. മറ്റൊരു പ്രധാന കാരണം മുൻ വർഷങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗ്രോത്തിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാൻ കൂടിയാണ്. കമ്പനിയുടെ ROE മോഡറേറ്റ് ആയതാണ് കാണുന്നത്.
കമ്പനിയിലെ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROE വ്യക്തമാക്കുന്നത്. കമ്പനിയുടെ നിലവിലുള്ള ROE 0.11% ആണ്. 2023 ഇത് 13.52%. എന്നാൽ 2022 -40.13% ഇത്. കമ്പനിയുടെ 2024 നെറ്റ് ഇൻകം മാർജിൻ 0.02% ആണ്. വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് നെറ്റ് ഇൻകം എന്ന് നെറ്റ് ഇൻകം മാർജിൻ സൂചിപ്പിക്കുന്നു. 2023 ഇത് 2.69%, 2022 -6.79%. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കഴിഞ്ഞ 3 വർഷമായിട്ട് മോഡറേറ്റ് ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നിലവിലെ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.69 ആണ്. ഇത് കമ്പനിയുടെ കടങ്ങളേക്കാൾ ഉയർന്ന മൂലധനത്തെ സൂചിപ്പിക്കുന്നു. 2022 റേഷ്യോ 0.58 ആയിരുന്നു. 2023 ഇത് 0.75 ആയി ഉയർന്നു. 2024 0.69 താഴ്ന്നു. സാമ്പത്തിക ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇഷ്യൂ വില ഉയർന്നതായാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇഷ്യൂ വില ഉയർന്നതാണെങ്കിലും IPOയ്ക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത.